ഹലോ അസ്സലാമലൈക്കും. ഇന്ന് നമുക്കൊരു അടിപൊളി ബ്രെഡ് പുഡിംഗ് ആയാലോ. ഭയങ്കര ഈസിയാണ്. പെരുന്നാളൊക്കെ വരെയല്ലേ. നല്ല സൂപ്പർ ടേസ്റ്റ് ആയിട്ടുള്ള നിങ്ങളുടെ വീട്ടിലുള്ള സാധനം വെച്ചിട്ട് മാത്രം ഉണ്ടാക്കാൻ പറ്റുന്നൊരു ഈസി പുഡിംഗ് ആണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിതാ ബ്രെഡ് എടുത്തിട്ടുണ്ട്. അതിൻ്റെ 4 സൈഡും എല്ലാം ഒന്ന് കളഞ്ഞിട്ട് പുഡിംഗ് ഡിഷിലോട്ടൊന്ന് നിരത്തി വെച്ച് കൊടുക്കാം. ഗ്യാപ്പെല്ലാം ഉണ്ടെങ്കിൽ എല്ലാം ഒന്ന് ഫില്ല് ചെയ്യണം. ഇനിയിപ്പോൾ ഇതാ വേണ്ടത് 1 കപ്പ് പാലാണ്. ആ പാലൊന്ന് ജസ്റ്റ് ഒന്ന് ചൂടാക്കുക. അതിലേക്ക് ഒരു 1-2 ടേബിൾ സ്പൂണ് പഞ്ചസാര ഇട്ട് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി മിക്സ് ചെയ്ത് ഇത് നമുക്ക് ബ്രെഡിലേക്ക് ഒഴിച്ച് കൊടുക്കണം. ബ്രെഡൊന്ന് വെറ്റാൻ വേണ്ടിയിട്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇത് ബ്രെഡ് ഇതിലേക്കൊന്ന് എന്താ പറയുക ഡിപ്പ് ചെയ്തിട്ടും എടുക്കുക. ഞാനിപ്പോൾ ഇതാ ഈ പാല് ബ്രെഡിൻ്റെ മേലോട്ട് ഇങ്ങനെ ഒഴിച്ച് കൊടുക്കുകയാണ്. ഇതെല്ലാം ഒന്ന് നനച്ച് കൊടുക്കുക. ഇനി അതിന് ശേഷം അടുത്ത ലെയറും കൂടി ഇതേപോലെ തന്നെ ബ്രെഡ് നിരത്തി വെച്ച് കൊടുക്കുക. ഗ്യാപ്പെല്ലാം ഒന്ന് ഫില്ല് ചെയ്ത് ഫുള്ളായിട്ടൊന്ന് നിരത്തി വെച്ചതിന് ശേഷം ബാക്കിയുള്ള പാലും ഇതിൻ്റെ മേലെ കൂടെ ഫുൾ ഒഴിച്ചിട്ട് ബ്രെഡെല്ലാം ഒന്ന് നനച്ചെടുക്കുക. ഇതങ്ങനെ ബ്രെഡ് പാലെല്ലാം ഒഴിച്ചിട്ടൊന്ന് വെറ്റാൻ വേണ്ടി വെച്ചിട്ടുണ്ട്. ഇനി അത് നമുക്ക് ഫ്രിഡ്ജിലോട്ട് മാറ്റാം. ഇനിയിപ്പോൾ വേണ്ടത് അതിൻ്റെ മേലെ ഒരു ക്രീം റെഡിയാക്കണം. അതിന് വേണ്ടിയിട്ട് ഞാനിത് 1.5 കപ്പ് പാല്, ഇനി അതിലോട്ട് ഒരു 2 ടേബിൾ സ്പൂൺ കോൺഫ്ലവർ. ഇപ്പോൾ ഞാൻ ഗ്യാസ് ഓണാക്കിയിട്ടില്ല കേട്ടോ. ഇനി ഇതിലേക്ക് 2.5 ടേബിൾ സ്പൂൺ പാൽപ്പൊടി ഉണ്ടല്ലോ, അത് ഇട്ട് കൊടുക്കാം. പിന്നെ ഞാനൊരു 3 ടേബിൾ സ്പൂണോളം പഞ്ചസാര ഇടുന്നുണ്ട്. അത് നിങ്ങൾക്ക് എത്ര മധുരം വേണോ, നിങ്ങൾ ഏത് ഡിഷിലാണോ പുഡിംഗ് ഉണ്ടാക്കുന്ന ആ ഒരു ഇതിൻ്റെ അളവനുസരിച്ചിട്ട് മധുരം നോക്കിയിട്ടിടാം. എന്നിട്ടെല്ലാം നന്നായിട്ടൊന്ന് ഇളക്കി കട്ട കെട്ടാതെ എല്ലാം ഒന്ന് മിക്സ് ആക്കിയതിന് ശേഷം ഇതാ ഫ്ലെയിം ഓൺ ചെയ്തിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇത് ചെറിയ തീയിൽ വെച്ചിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി മിക്സ് ചെയ്യുക. ഇനി കോൺഫ്ലവറെല്ലാം ഒന്ന് എന്താ പറയുക ഒന്ന് കട്ടിയായിട്ട് വരുന്ന സമയം ഇതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ വാനില എസൻസ് കൂടി ഒഴിച്ച് കൊടുക്കണം കേട്ടോ. ഞാനിപ്പോൾ അത് നോക്കുമ്പോൾ എൻ്റെ കയ്യിൽ അതില്ല, എന്നോട് തീർന്നിന്. നിങ്ങൾക്ക് വേണമെങ്കിൽ അതൊന്ന് ഒഴിച്ച് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ട് ഇളക്കി ഇങ്ങനെ കുറുകി വരുമ്പോൾ നമുക്കത് ഫ്ലെയിം ഓഫ് ചെയ്യാം. എന്നിട്ടിത് ചൂടോടെ തന്നെ ഈ ബ്രെഡിൻ്റെ മേലെ ഒഴിച്ച് കൊടുക്കാം. കുറച്ചധികം വെക്കുമ്പോൾ ചിലപ്പോൾ നന്നായി കട്ടിയായി പോവും. എന്നിട്ട് ഈ ക്രീം ഇത് നല്ല ടേസ്റ്റാണ്. അപ്പോൾ നിങ്ങൾക്ക് എന്താ പറയുക മിൽക്ക് മെയ്ഡോ ക്രീമോ ഒന്നും ആവശ്യമില്ല, ഇതന്നെ മതി. എന്നിട്ട് ഫുള്ളായിട്ടൊന്ന് നിർത്തി എല്ലാം ഒന്ന് ലെവലാക്കി കൊടുക്കുക അതിൻ്റെ മേലെ. ക്രീമെല്ലാം മേലെ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി എല്ലാം ഒന്ന് ലെവലാക്കിയതിന് ശേഷം നമുക്കിതൊരു 1/2 മണിക്കൂറെങ്കിലും ഫ്രിഡ്ജിലൊന്ന് സെറ്റ് ചെയ്യാൻ വേണ്ടി വെക്കാം. ഇനിയിപ്പോൾ ഇതിൻ്റെ മേലെ ഒഴിക്കാനുള്ള സോസ് റെഡിയാക്കണം. അതിന് വേണ്ടി ഞാനിതാ ഷുഗർ കാരമലൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു 4 ടേബിൾ സ്പൂണോളം പഞ്ചസാര എടുത്തിട്ടുണ്ട്. ഇനി ഇതിപ്പോൾ ഇതാ ചെറിയ തീയിലിത് അവിടെ വെച്ചിട്ടുണ്ട്. അപ്പോഴേക്ക് നമുക്ക് 1 ടേബിൾ സ്പൂൺ കോൺഫ്ലവറും പിന്നെ ഒരു 1/4 കപ്പ് വെള്ളത്തിൽ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് അവിടെ മാറ്റി വെക്കണം. പഞ്ചസാര കാരമലായിട്ട് വരുന്ന സമയം നമുക്കിത് അതിൻ്റെ മേലെ ഒഴിച്ച് കൊടുക്കാനുള്ളതാണ്. പിന്നെ പഞ്ചസാര ജസ്റ്റ് ഒന്ന് മെൽട്ടായിട്ട് വരുന്ന ആ സമയത്ത് തന്നെ നമുക്ക് ഈ കോൺഫ്ലവർ ഉണ്ടല്ലോ വെള്ളത്തിൽ കലക്കി അതൊന്ന് ഇളക്കിയിട്ട് ഇതിലേക്കൊന്ന് ഒഴിച്ച് കൊടുക്കാം. അങ്ങനെ നമ്മുടെ കാരമൽ സോസും ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഇത് നമ്മുടെ ബ്രെഡിൻ്റെ മുകളിൽ ഒഴിച്ച് കൊടുക്കാം. അപ്പോഴേക്ക് ബ്രെഡെല്ലാം ഒന്ന് സെറ്റായി വന്നിട്ടുണ്ട്. ഇനി ഇതും കൂടി ഒഴിച്ചിട്ട് ഫുള്ളൊന്ന് ലെവലാക്കി വീണ്ടും സെറ്റാകാൻ വേണ്ടിയിട്ട് ഫ്രിഡ്ജിൽ വെക്കാം. ഇനിയിപ്പോൾ ഇതിൻ്റെ ഡെക്കറേഷനെല്ലാം നിങ്ങൾക്ക് ഇഷ്ടമുള്ള പോലെ എന്ത് വേണമെങ്കിലും ചെയ്യാം. ഇത് ഡെക്കറേഷനൊന്നും ആവശ്യമില്ല, ഇതിങ്ങനെ തന്നെ കഴിക്കാൻ തന്നെ നല്ല ടേസ്റ്റാണ്. പിന്നെ ഞാൻ വെറുതെ ഒരു ഭംഗിക്ക് ക്രീം കൊണ്ടൊന്ന് ഡെക്കറേറ്റ് ചെയ്യാൻ നോക്കിയതാണ്. പക്ഷെ ക്രീം കുറച്ചൊന്ന് എന്താ പറയുക മെൽട്ടായിപ്പോയി, ഒന്ന് ലൂസായിട്ട് ഫുള്ള് കുറച്ചൊന്ന് കുളയിപ്പോയി. നിങ്ങൾക്ക് ഇങ്ങനെയൊന്നും ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ. ഇതിങ്ങനെ തന്നെ കഴിച്ചാലും നല്ല ടേസ്റ്റാണ്. അപ്പോൾ എന്തായാലും എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. വേറെ ഒരു സാധനം ആവശ്യമില്ല, വീട്ടിലുള്ള സാധനം വെച്ചുകൊണ്ട് തന്നെ ഉണ്ടാക്കാം. അത്രയും ടേസ്റ്റാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുമെന്ന് വിശ്വസിക്കുന്നു. വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടല്ലോ. അപ്പോൾ അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് ഇനിയും കാണാം ഇൻഷാ അല്ലാഹ്. അസ്സലാമു അലൈക്കും, ബൈ.